നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇക്വിലിബ്രിയം എന്താണെന്നും ഫിസിക്കൽ ഇക്വിലിബ്രിയ, കെമിക്കൽ ഇക്വിലിബ്രിയ എന്താണെന്നും ഒക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കെമിക്കൽ ഇക്വിലിബ്രിയത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്: റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്താണെന്ന് അറിയണം. റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്താണെന്ന് അറിയണം. ഞാൻ രണ്ട് റിയാക്ഷനുകളുടെ നിങ്ങളുടെ മുന്നിലേക്ക് എഴുതാം. CaCO3 റിവേഴ്സിബിളി ഗീവ്സ്, അങ്ങനെയാണ് ഇതിനെ വായിക്കുന്നത് കേട്ടോ. റിവേഴ്സിബിളി ഗീവ്സ് CaO പ്ലസ് CO2. ഇതൊരു റിയാക്ഷൻ ആണ്. ഇനി മറ്റൊരു റിയാക്ഷനും കൂടെ എഴുതാം. C+O2 ഗീവ്സ് CO2. ഈ രണ്ട് റിയാക്ഷനുകൾ തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ്? നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ഇവിടെ നോക്കുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറുന്നുണ്ട്. അതേസമയം കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും പരസ്പരം ചേർന്ന് തിരിച്ചെന്താവുന്നുണ്ട്? കാൽഷ്യം കാർബണേറ്റ് ആവുന്നുണ്ട്. അതായത് ഇവിടെ രണ്ട് റിയാക്ഷനുകൾ നടക്കുന്നുണ്ട്. കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആകുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. അതേസമയം കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും പരസ്പരം ചേർന്ന് കാൽഷ്യം കാർബണേറ്റ് ആയി മാറുന്ന മറ്റൊരു റിയാക്ഷൻ ഉണ്ട്. ആ രണ്ട് റിയാക്ഷനുകൾ ഞാൻ സെപ്പറേറ്റ് എഴുതാം. CaCO3 gives CaO plus CO2. ഇതൊരു റിയാക്ഷൻ ആണ്. രണ്ടാമത്തെ റിയാക്ഷൻ ഏതാണ്? CaO plus CO2 gives CaCO3. അപ്പൊ നിങ്ങളുടെ കയ്യിൽ രണ്ട് റിയാക്ഷനുകൾ ഉണ്ട്. ആദ്യത്തെ റിയാക്ഷൻ എന്താ സംഭവിക്കുന്നത്? ആരോയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേര് റിയാക്റ്റന്റുകൾ എന്നാണ്. ആരോയുടെ റൈറ്റ് സൈഡിലുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പ്രൊഡക്റ്റുകൾ എന്നാണ്. അപ്പോ റിയാക്റ്റന്റുകൾ എന്തായി മാറുകയാണ്? പ്രൊഡക്റ്റ് ആയി മാറുന്ന റിയാക്ഷൻ ആണ് ആദ്യത്തെ റിയാക്ഷൻ, അല്ലെ? കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറുന്നു. അതായത് റിയാക്റ്റന്റുകൾ എന്തായി മാറുകയാണ്? പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയാണ്. ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയും. മലയാളത്തിൽ ഇതിനെ പുരോരാസപ്രവർത്തനം എന്ന് പറയും. ഇനി ഇവിടെയാണെങ്കിൽ ഈ രണ്ടാമത്തെ റിയാക്ഷൻ, ഇത് ഒന്നാമത്തെ റിയാക്ഷൻ ആണ്. രണ്ടാമത്തെ റിയാക്ഷന്റെ പ്രത്യേകത എന്താ? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് എന്താവുന്നു? കാൽഷ്യം കാർബണേറ്റ് ആവുന്നു. അതായത് പ്രോഡക്റ്റ് തിരിച്ച് എന്താവുകയാണ്? റിയാക്റ്റന്റ് ആവുകയാണ്. പ്രോഡക്റ്റുകൾ തിരിച്ച് റിയാക്റ്റന്റുകൾ ആവുന്ന റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ പശ്ചാത്ത രാസപ്രവർത്തനങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. ക്ലിയർ അല്ലേ? അപ്പോൾ റിയാക്റ്റന്റുകൾ പ്രോഡക്റ്റ് ആവുന്ന റിയാക്ഷനെ ഫോർവേഡ് റിയാക്ഷൻ എന്നും പ്രോഡക്റ്റ് തിരിച്ച് റിയാക്റ്റന്റ് ആവുന്ന റിയാക്ഷനെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് വിളിക്കും. ഇങ്ങനെ രണ്ട് റിയാക്ഷൻസും, ഈ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ടെങ്കിൽ അത്തരം റിയാക്ഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. അതായത് റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആവുന്നുണ്ട്, അതേസമയം പ്രൊഡക്റ്റ് തിരിച്ചെന്താവുന്നുണ്ട്? റിയാക്റ്റന്റ് ആവുന്നുണ്ട്. റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയി മാറുകയും പ്രൊഡക്റ്റ് തിരിച്ച് റിയാക്റ്റന്റ് ആയി മാറുകയും ചെയ്താൽ അത്തരം റിയാക്ഷനുകൾ റിവേഴ്സിബിൾ റിയാക്ഷനുകളാണ്. പക്ഷെ ഈ റിയാക്ഷൻ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ റിയാക്റ്റന്റുകൾ എന്ന് പറയുന്നത് കാർബണും ഓക്സിജനുമാണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇവിടെ കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആവുന്നുണ്ട്, പക്ഷെ തിരിച്ചുള്ള റിയാക്ഷൻ ഉണ്ടോ? ഇല്ല. അതായത് ഒരു ഡിറക്ഷനിൽ, ഒരൊറ്റ ഡിറക്ഷനിൽ മാത്രമേ ഇവിടെ റിയാക്ഷൻ നടക്കുന്നുള്ളൂ. സോ ഇത് ഏത് റിയാക്ഷൻ ആണ്? ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പോൾ ഒറ്റ ഡയറക്ഷൻ നടക്കുന്ന റിയാക്ഷനുകളെ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്നും രണ്ട് ഡയറക്ഷനുകളിൽ നടക്കുന്ന റിയാക്ഷനുകളെ റിവേഴ്സിബിൾ റിയാക്ഷനുകൾ എന്നും വിളിക്കാം. നമുക്ക് പഠിക്കാനുള്ളത് റിവേഴ്സിബിൾ റിയാക്ഷനുകളെ പറ്റിയാണ്. ഈ റിവേഴ്സിബിൾ റിയാക്ഷനിലെ രണ്ട് റിയാക്ഷന്റെ സ്പീഡ് ഒരുപോലെയല്ല. ഇപ്പൊ ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും സ്പീഡ് ഒരുപോലെയല്ല. രണ്ടിന്റെ സ്പീഡ്, അല്ലെങ്കിൽ കെമിസ്ട്രി പരമായിട്ട് പറയുകയാണെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ രണ്ട് റിയാക്ഷനുകളുടെ റേറ്റ് എപ്പോഴാണോ ഈക്വൽ ആകുന്നത്, ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് അല്ലെങ്കിൽ സ്പീഡിനെ നമ്മൾ RF എന്ന് കാണിക്കുന്നു, ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് അല്ലെങ്കിൽ സ്പീഡിനെ നമ്മൾ RB എന്ന് കാണിക്കുന്നു. എപ്പോഴാണോ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആകുന്നത്, RF ഈക്വൽ ടു RB ആകുന്നത്, അപ്പോൾ നമുക്ക് പറയാം ആ റിയാക്ഷൻ എന്തിലെത്തി എന്ന് പറയാം?
ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അവസ്ഥയിലെത്തി എന്ന് പറയാം. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അവസ്ഥയിലെത്തി എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിൽ എത്തി എന്ന് പറയാം. സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിൽ എത്തി എന്ന് പറയാം. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തി എന്ന് പറയാം. പല രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. When the rate of forward reaction become equal to the rate of backward reaction, then the reaction is said to be at the equilibrium state or state of equilibrium. ഇനി നമ്മൾ ഇക്വിലിബ്രിയം എന്ന ഒരു സ്റ്റേറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അവസ്ഥയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇക്വിലിബ്രിയത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്? ഇക്വിലിബ്രിയം സ്റ്റേറ്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അവസ്ഥ എത്തിച്ചേരുന്ന സമയത്ത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, ഇത് റിവേഴ്സിബിൾ റിയാക്ഷനുകളിൽ മാത്രമേ എത്തിച്ചേരത്തുള്ളൂ. കാരണം അതിൽ മാത്രമേ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് ഓൺലി അറ്റൈനബിൾ ഇൻ റിവേഴ്സിബിൾ റിയാക്ഷൻസ്. 3, it is only attainable in closed systems. It is only attainable in closed system. Closed systems വെച്ചാൽ അടച്ചു വെച്ചിരിക്കുന്ന സിസ്റ്റംസ് എന്നല്ല. ക്ലോസ്ഡ് സിസ്റ്റംസ് എന്ന് ഉദ്ദേശിക്കുന്നത് എനർജി മാത്രം സറൗണ്ടിങ്സുമായിട്ട് എക്സ്ചേഞ്ചിൽ വരുത്താൻ കഴിയുന്ന സിസ്റ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്ലോസ്ഡ് സിസ്റ്റങ്ങൾ എന്ന് വിളിക്കുന്നത്. എനർജിക്ക് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അളവ് അല്ലെങ്കിൽ മാറ്ററിന്റെ അളവിന് എനർജി അല്ലെങ്കിൽ മാറ്ററിന്റെ അളവ് സറൗണ്ടിങ്സുമായിട്ട് ചേഞ്ച് വരുന്നില്ല എങ്കിൽ അത്തരം സിസ്റ്റങ്ങളെ നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ക്ലോസ്ഡ് സിസ്റ്റങ്ങളിൽ മാത്രമേ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു അവസ്ഥ എത്തിച്ചേരത്തുള്ളൂ. ഇനി നാലാമത്തെ പോയിന്റ്, കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന വസ്തുക്കൾക്ക് ഇക്വിലിബ്രിയത്തിൽ യാതൊരു പ്രത്യേകതയും ഇല്ല. കാറ്റലിസ്റ്റ് ഹാസ് നോ എഫക്ട് അറ്റ് ദ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. കാറ്റലിസ്റ്റിന് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എഫക്ട് ഇല്ല. ബട്ട് കാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഉൽപ്രേരകം എന്നാണ് പറയുന്നത് അല്ലെ? റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുവാനോ കുറയ്ക്കുവാനോ വേണ്ടി അതിലേക്ക് ചേർക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാറ്റലിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ കാറ്റലിസ്റ്റുകൾക്ക് റിയാക്ഷന്റെ സ്പീഡിൽ കൺട്രോൾ ചെയ്യാം, കൂട്ടാം, കുറയ്ക്കാം. പക്ഷേ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ കാറ്റലിസ്റ്റുകൾക്ക് യാതൊരുവിധ എഫക്റ്റും അവിടെ ഇല്ല. ഇനി അഞ്ചാമത്തെ പോയിന്റ്, ഇക്വിലിബ്രിയം ഈസ് ഡയനാമിക് ഇൻ നേച്ചർ. ഇക്വിലിബ്രിയം ഈസ് ഡയനാമിക് ഇൻ നേച്ചർ. എന്താ ഡയനാമിക് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒന്നുകിൽ ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡ് ചേഞ്ച് ചെയ്ത് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈക്വൽ ആവാം, അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്ത് ഫോർവേഡ് ഈക്വൽ ആവും. രണ്ട് റിയാക്ഷന്റെ സ്പീഡ് ഈക്വൽ ആവുന്ന അല്ലെങ്കിൽ റേറ്റ് ഈക്വൽ ആവുന്ന പോയിന്റിനെ വിളിക്കുന്നവരാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. നമുക്ക് പറയാൻ കഴിയും ദ ഇക്വിലിബ്രിയം ക്യാൻ ബി അറ്റൈനബിൾ ഫ്രം ബോത്ത് ഡയറക്ഷൻ. ഫോർവേഡിന്റെ സ്പീഡ് കുറയുകയോ കൂടുകയോ ചെയ്യുന്നത് വഴി ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്താം, അല്ലെങ്കിൽ ബാക്ക്വേർഡിന്റെ സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് വഴി ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്താം. അതുവഴി നമ്മൾ പറയുന്നതാണ് എന്തെന്ന്? ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്നത് പ്രോഡക്റ്റ് ആണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്നത് റിയാക്ടന്റ് ആണ്. അതായത് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ there will be the presence of both product and reactants. പ്രൊഡക്റ്റുകളുടെയും റിയാക്ടന്റുകളുടെയും അളവ് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഉണ്ടാവും. ഒരേപോലെ എന്ത് ചെയ്യും? കോ എക്സിസ്റ്റ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രൊഡക്റ്റ് ആൻഡ് റിയാക്ടന്റ് കോ എക്സിസ്റ്റ് അറ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയാൻ കഴിയും. ഇനി ഇക്വിലിബ്രിയം എന്ന ഏഴാമത്തെ പോയിന്റ്, ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അവസ്ഥ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവിടുത്തെ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷനും പ്രോഡക്റ്റുകളുടെ കോൺസെൻട്രേഷനും എപ്പോഴും ഈക്വൽ ആയിരിക്കും. The concentration of reactant will be equal to the concentration of product at equilibrium state. അപ്പൊ ഈ 7 പോയിന്റുകളാണ് ഇക്വിലിബ്രിയത്തിന്റെ പ്രധാനപ്പെട്ട 7 പോയിന്റുകളായി നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കടക്കാം. നമ്മൾ ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ്? എല്ലാ പരീക്ഷകൾക്കും ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു റിയാക്ഷൻ എന്നിട്ട് ഫോർവേഡും ബാക്ക്വേർഡും എഴുതാൻ പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. 2SO2 പ്ലസ് O2 റിവേഴ്സിബിളി ഗീവ്സ് 2SO3. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടുത്തെ ഫോർവേഡ് റിയാക്ഷൻ ഏതാണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുള്ള റിയാക്ഷൻ, അതായത് 2SO2 പ്ലസ് O2 ഗീവ്സ് 2SO3. ഇനി ഇവിടുത്തെ ബാക്ക്വേർഡ് റിയാക്ഷൻ ഏതാണ്? 2SO3 റിവേഴ്സിബിളി ഗീവ്സ് 2SO2 പ്ലസ് O2 അല്ലെ? ഫോർവേഡ് റിയാക്ഷനുമായി ബാക്ക്വേർഡ് റിയാക്ഷനുമായി. ഇനി ഇപ്പോ നിങ്ങൾക്ക് ഫോർവേഡും ബാക്ക്വേർഡും എഴുതുന്ന രീതിയെല്ലാം മനസ്സിലായി.
ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമം പഠിക്കാനുണ്ട്. ആ നിയമത്തിന് നമ്മൾ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്നാണ് പറയുന്നത്. അതിനു മുൻപ് ഇക്വിലിബ്രിയത്തിന്റെ ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം. ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എത്ര ടൈപ്പ് ഉണ്ട് എന്ന് പറയാൻ പോവുകയാണ്. ഇക്വിലിബ്രിയം എന്നത് രണ്ട് ടൈപ്പ് ഇക്വിലിബ്രിയം ഉണ്ട്. ഒന്ന് ഫിസിക്കൽ ഇക്വിലിബ്രിയം, രണ്ട് കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പൊ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു ഹൗ മെനി ടൈപ്സ്? 2 ടൈപ്സ്. ഏതൊക്കെയാണ്? ഫിസിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോ H2O എന്ന് പറയുന്ന ലിക്വിഡ് ചൂടാക്കുന്നു. H2O എന്ന് പറയുന്ന ഏത് സ്റ്റേറ്റിലേക്ക് മാറുന്നു? ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറുന്നു എന്ന് വിചാരിക്കുക. ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അതായത് H2O ലിക്വിഡ് H2O ഗ്യാസ് ആവുന്നുണ്ട്. അതേസമയം H2O ഗ്യാസ് തിരിച്ചെന്താവുന്നുണ്ട്? H2O ലിക്വിഡ് ആവുന്നുണ്ട്. ഇവിടെ പുതിയ വസ്തുക്കളൊന്നും ഉണ്ടാകുന്നില്ല. റിയാക്റ്റന്റ് എന്ന് പറയുന്നതും വാട്ടർ തന്നെയാണ്, പ്രൊഡക്റ്റ് എന്ന് പറയുന്നതും വാട്ടർ തന്നെയാണ്. റിയാക്റ്റന്റുകളും പ്രൊഡക്റ്റുകളും ഒരേ വസ്തു തന്നെയാണ്. ഇവിടെ ആകെ മാറ്റം സംഭവിക്കുന്നത് അവയുടെ ഫിസിക്കൽ സ്റ്റേറ്റിൽ മാത്രമാണ്. ഒരു സ്ഥലത്ത് റിയാക്റ്റന്റ് ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ പ്രൊഡക്റ്റ് എന്ത് സ്റ്റേറ്റിലേക്ക് മാറുന്നു? ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി റിയാക്റ്റന്റ് പുതിയൊരു വസ്തു ഒന്നും ഉണ്ടാവുന്നില്ല. പുതിയ വസ്തുക്കൾ ഉണ്ടാവുന്നില്ല എങ്കിൽ അത്തരം റിയാക്ഷനുകൾ, ഈ ടൈപ്പ് റിയാക്ഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ പ്രോസസ്. ഭൗതിക മാറ്റങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഫിസിക്കൽ പ്രോസസ് അല്ലെങ്കിൽ ഭൗതിക മാറ്റങ്ങളിൽ ആണ് ഈ ഒരു റിയാക്ഷനിലാണ് ഇക്വിലിബ്രിയം എത്തിച്ചേരുന്നതെങ്കിൽ അത്തരം ഇക്വിലിബ്രിയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. അപ്പൊ എന്താ ഫിസിക്കൽ ഇക്വിലിബ്രിയം? ഫിസിക്കൽ ഇക്വിലിബ്രിയം ഈസ് ദ ഇക്വിലിബ്രിയം അറ്റൈൻഡ് ഇൻ ഫിസിക്കൽ പ്രോസസ്. ഫിസിക്കൽ പ്രോസസ്സുകളിൽ അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന ഇക്വിലിബ്രിയത്തിനാണ് നമ്മൾ ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ എടുക്കാം. CaCO3 റിവേഴ്സിബിളി ഗീവ്സ് CaO പ്ലസ് CO2. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് പുതിയ രണ്ട് വസ്തുക്കളായി മാറുകയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ കെമിക്കൽ പ്രോസസ്. പുതിയ വസ്തുക്കൾ ഉണ്ടാവുന്നു എങ്കിൽ, ന്യൂ പ്രോഡക്ട്സ് ഉണ്ടാവുന്നു എങ്കിൽ ദാറ്റ് വിൽ ബി എ കെമിക്കൽ പ്രോസസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ കെമിക്കൽ റിയാക്ഷൻ, ഈ രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷനുകളിലാണ് ഇക്വിലിബ്രിയം എത്തിച്ചേരുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി കാൾഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പൊ ഇക്വിലിബ്രിയം, ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എത്ര ടൈപ്പ് ആണെന്ന് വെച്ചാൽ എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഫിസിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്നതിന്റെ പ്ലൂറൽ ഫോം ആണ് ഇക്വിലിബ്രിയ. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് കെമിക്കൽ ഇക്വിലിബ്രിയ എന്നതിനെ പറ്റിയാണ്. നോക്കാം നമുക്ക്. എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയ എന്ന് പറഞ്ഞു? ഇക്വിലിബ്രിയം അറ്റൈൻഡ് ഇൻ കെമിക്കൽ പ്രോസസ് ആർ കാൾഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. അതുമായി ബന്ധപ്പെട്ട് ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ലോ ഓഫ് മാസ് ആക്ഷൻ. ലോ ഓഫ് മാസ് ആക്ഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. ലോ ഓഫ് മാസ് ആക്ഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പൊ ലോ ഓഫ് മാസ് ആക്ഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ പറയേണ്ട എത്രമാത്രം ഏതൊരു റിയാക്ഷനുടെയും റേറ്റ് എന്ന് പറയുന്നത്, ഏതൊരു റിയാക്ഷന്റെ റേറ്റ് അതിലെ ആ റിയാക്ഷനിലെ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. For any reaction, the rate of reaction is directly proportional to the product of concentration of reactants present in it. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോ A+B, consider a reaction. A+B reversibly gives C+D. ഈ റിയാക്ഷന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ എയും ബിയുമാണ് റിയാക്ടൻസ്. എയും ബിയുമാണ് ഇവിടുത്തെ ആരെന്ന് പറയുന്നത് റിയാക്ടൻസ് എന്ന് പറയുന്നത്. സിയും ഡിയുമാണ് ഇവിടുത്തെ ആരെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനുള്ളില് 2 റിയാക്ഷനുകൾ ഉണ്ട്. നിങ്ങൾക്കറിയാം ഇതിനുള്ളിൽ 2 റിയാക്ഷനുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ റിയാക്ഷൻ എയും ബിയും കൂടെ ചേർന്ന് സിയും ഡിയും ആകുന്നതാണ് ഒന്നാമത്തെ റിയാക്ഷൻ. രണ്ടാമത്തെ റിയാക്ഷൻ ഏതാണ്? സിയും ഡിയും തിരിച്ചുള്ള റിയാക്ഷൻ അല്ലേ? അപ്പൊ സിയും ഡിയും കൂടെ ചേർന്ന് എന്താവുന്നു? എയും ബിയുമായി മാറുന്നതാണ് ഇവിടുത്തെ രണ്ടാമത്തെ റിയാക്ഷൻ. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് A+B gives C+D, രണ്ടാമത്തെ C+D gives A+B. ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ അറിയണം. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എന്തെങ്കിലും വസ്തു ഇട്ട് ഏതെങ്കിലും ഒരു നമ്പർ, ഏതെങ്കിലും ലെറ്റർ എഴുതി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കോൺസെൻട്രേഷൻ എന്നാണ്. സ്ക്വയർ ബ്രാക്കറ്റ് റെപ്രസെന്റ്സ് മോളാർ കോൺസെൻട്രേഷൻ എന്നാണ്. മോളാർ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ എന്താ? അളവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എ എന്നിട്ട് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറയുന്ന വസ്തുവിന്റെ അളവ്. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ബി ഇട്ട് കഴിഞ്ഞാൽ മീനിങ് എന്താ? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയുന്ന വസ്തുവിന്റെ അളവ് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഓർക്കുക എയും ബിയും കൂടെ ചേർന്ന് സിയും ഡിയും ആകുന്ന റിയാക്ഷന്റെ റേറ്റ് R
എഫ് ആണെന്ന് വിചാരിക്കുക. സിയും ഡിയും ചേർന്ന് എയും ബിയും ആകുന്ന റിയാക്ഷന്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് ആർ ബി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആർ എഫ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു rate of any reaction. Law of mass action states that rate of any reaction is directly proportional to the product of concentration of reactants. അല്ലേ? അപ്പൊ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്ന ആർ എഫ് ആണ്. ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു റിയാക്ടൻസ് ആരൊക്കെയാണ്? എയും ബിയും അല്ലേ? സോ എയുടെ കോൺസെൻട്രേഷൻ ബിയുടെ കോൺസെൻട്രേഷന്റെയും പ്രോഡക്റ്റിന് ആർ എഫ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. So rate of forward reaction is directly proportional to product of molar concentration of reactants എന്ന് നമുക്ക് പറയാൻ കഴിയും. ആർ എഫ് പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ഇടുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ആണ് കെ എഫ്. ആർ എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എ ഇൻറ്റു ബി. എ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എ എന്നാണ്. സ്ക്വയർ ബ്രാക്കറ്റ് ബി എന്ന് വെച്ചാൽ എന്താണ്? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ബി എന്നാണ്. ഇനി കെ എഫ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എഫ് ഇസ് കാൾഡ് വെലോസിറ്റി കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. വെലോസിറ്റി കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആണ്. അതുപോലെ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. സി പ്ലസ് ഡി ഗിവ്സ് എ പ്ലസ് ബി. ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്ന ആർ ബി ആണ് അല്ലെ? ആർ ബി പ്രപ്പോർഷണൽ ടു ഇവിടുത്തെ റിയാക്ടന്റ് ആരൊക്കെയാണ്? ഈ റിയാക്ഷനിലെ ഈ പർട്ടിക്കുലർ റിയാക്ഷനിലെ റിയാക്ടന്റ് ആരാ? സി ഡി അല്ലേ? അപ്പൊ സിയുടെ കോൺസെൻട്രേഷൻ എടുക്കുക, സിയുടെ കോൺസെൻട്രേഷൻ എടുക്കുക, ഡിയുടെ കോൺസെൻട്രേഷൻ എടുക്കുക, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് പറയാം ആർ ബി പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ഇടുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ആണ്. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റന്റ് കെ ബി ആണ്. കെ ബി ഇൻറ്റു സി ഇൻറ്റു ഡി വേർ കെ ബി ഇസ് കാൾഡ് വെലോസിറ്റി കോൺസ്റ്റന്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. വെലോസിറ്റി കോൺസ്റ്റന്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ലോ ഓഫ് മാസ് ആക്ഷൻ മനസ്സിലായി എന്നാണ് വിശ്വാസം. ഇനി നമുക്ക് അറിയാവുന്ന വേറൊരു കാര്യമുണ്ട്. എന്താ? ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ അറ്റ് ഇക്വിലിബ്രിയം എന്താ മീനിങ്? അറ്റ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും എങ്ങനെയാണ്? ഈക്വൽ ആണ്. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈക്വൽ ആണെങ്കിൽ ഈ വാല്യൂസ് ഈക്വൽ ആയിരിക്കും അല്ലെ? കെ എഫ് ഇൻറ്റു എ ഇൻറ്റു ബിയും കെ ബി ഇൻറ്റു സി ഇൻറ്റു ഡി ഈക്വൽ ആയിരിക്കും. കെ എഫ് ഇൻറ്റു എ ഇൻറ്റു ബിയും കെ ബി ഇൻറ്റു സി ഇൻറ്റു ഡിയും ഈക്വൽ ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കെ എഫ് ബൈ കെ ബി പറയാൻ കഴിയും. കെ എഫ് ബൈ കെ ബി ഇസ് ഈക്വൽ ടു ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം. സി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി ആയിരിക്കും. കെ എഫ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആണ്. കെ ബി എന്ന് പറയുന്ന മറ്റൊരു കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. ഒരു കോൺസ്റ്റന്റിനെ വേറൊരു കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് എ ന്യൂ കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് കാൾഡ് കെ സി. കെ സി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി വേർ കെ സി ഈസ് കാൾഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പോൾ എന്താ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്? ഞാൻ ഇതിനൊന്ന് ബ്രീഫ് ചെയ്ത് ഞാൻ എഴുതാം. കെ എഫ് ബൈ കെ ബിയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കെ സി. കെ സി ഈസ് കാൾഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ദെൻ കെ സി നമ്മൾ എഴുതിയ റിയാക്ഷൻ എന്താണ്? എ പ്ലസ് ബി റിവേഴ്സിബിളി ഗീവ്സ് സി പ്ലസ് ഡി എന്ന് പറയുന്ന റിയാക്ഷനിൽ കെ സി ഈസ് ഈക്വൽ ടു എന്താ എഴുതിയത്? കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്നാണ് എഴുതിയത്. അപ്പൊ കെ സിയുടെ ഡെഫിനിഷൻ ആയി അല്ലെ? കെ സിയുടെ ഇക്വേഷൻ ആയി. കെ സി എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ഈ കെ സിയുടെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു റിയാക്ഷനെ പറ്റി പറയാൻ കഴിയും. എന്താണെന്ന് അതിലേക്ക് ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരാം. അപ്പോ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ കൂടി കഴിഞ്ഞാൽ ഇപ്പൊ കെ സിയുടെ വാല്യൂന്റെ പ്രത്യേകത, കെ സിയുടെ വാല്യൂ നമുക്ക് എന്തിനൊക്കെ സഹായിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ കെ സിയുടെ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് കെ സി അങ്ങനെ തന്നെ നമുക്ക് പഠിക്കാം. വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് കെ സി എന്ന് പഠിക്കാം. വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് കെ സി. വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് കെ സി. അതിൽ ഒന്നാമത്തതാണ് കെ സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ്. ഏതൊരു റിവേഴ്സിബിൾ റിയാക്ഷനും ഒരു കെ സിയുടെ വില കാണും. ആ കെ സിയുടെ വിലയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പറയാൻ കഴിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സിയുടെ വാല്യൂയിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം ഇറ്റ് വിൽ predict the extent of reaction. It will predict the
എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ. റിയാക്ഷൻ എത്രത്തോളം സ്പീഡിൽ നടക്കും നമുക്ക് പറഞ്ഞു തരും. ഇപ്പൊ Kcയുടെ വാല്യൂ 10 ക്യൂബിനെക്കാളും വലിയ നമ്പർ ആണെന്ന് വെച്ചോ, ഒരു വലിയ നമ്പർ ആണെന്ന് വെച്ചോ, then that will be very fast reaction. ആ റിയാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനത്തെ റിയാക്ഷൻ ആയിരിക്കും? വെരി ഫാസ്റ്റ് റിയാക്ഷൻ ആയിരിക്കും. ഇപ്പൊ Kcയുടെ വാല്യൂ, റിയാക്ഷന്റെ Kcയുടെ വാല്യൂ 10⁻³ ചെറുതാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി സ്ലോ റിയാക്ഷൻ. അതെന്ന് പറയുന്നത് വളരെ പതുക്കെ നടക്കുന്ന ഒരു റിയാക്ഷൻ ആയിരിക്കും. ഇനി Kcയുടെ വാല്യൂ 10 ക്യൂബിനും 10⁻³ ഇടയിലുള്ള ഒരു വാല്യൂ ആണെങ്കിൽ ദാറ്റ് റിയാക്ഷൻ വിൽ ബി ഒക്കറിങ് ആസ് ഇൻ ദ മോഡറേറ്റ് സ്പീഡ്. ആ റിയാക്ഷൻ നടക്കുന്നത് ഒരു മോഡറേറ്റ് സ്പീഡിലായിരിക്കും നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ഇനി രണ്ടാമത് Kc എന്ന് പറയുന്ന കോൺസ്റ്റന്റ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, ഇറ്റ് വിൽ ഹെൽപ് ടു പ്രഡിക്റ്റ് ദ ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു റിയാക്ഷൻ നടക്കുന്ന എന്താണ് ഡയറക്ഷനെ പറ്റി ആ Kcയുടെ വില നമുക്ക് പറഞ്ഞു തരും. ഇപ്പോ ഈ ഒരു സി എന്ന് പറയുന്നത് സിയും ഡി എന്ന് പറയുന്ന പ്രൊഡക്റ്റുകളുടെ കോൺസെൻട്രേഷനുകളുടെ പ്രൊഡക്റ്റ് ആണ്. മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെ, പ്രോഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ എടുക്കുന്നു, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ എടുക്കുന്നു, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ റേഷ്യോ എടുക്കുന്നു. അതാണ് Kc. അപ്പൊ നമുക്ക് പറയാം കോൺസെൻട്രേഷനുകളുടെ ഒരു റേഷ്യോ ആണ്, ഇക്വിലിബ്രിയത്തിലുള്ള കോൺസെൻട്രേഷനുകളുടെ ഒരു റേഷ്യോ ആണ് എന്ന് പറയുന്നത് Kc എന്ന് പറയുന്നത്. അപ്പൊ കോൺസെൻട്രേഷനുകളുടെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള കോൺസെൻട്രേഷൻ, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ മുകളിൽ എഴുതുന്നു, റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ താഴെ എഴുതുന്നു, അതിന്റെ ഒരു റേഷ്യോ ആണ് എന്ന് പറയുന്നത് Kc എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയത്തിൽ അല്ലാത്തപ്പോഴും ഈ കോൺസെൻട്രേഷനുകൾക്ക് റേഷ്യോ ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് QC എന്നാണ് കേട്ടോ, Kc എന്നല്ല. ഇക്വിലിബ്രിയത്തിലാണ് Kc എന്ന് വിളിക്കുന്നത്. അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? QC. QC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കാൾഡ് കോൺസെൻട്രേഷൻ കോഷ്യന്റ്. കോൺസെൻട്രേഷൻ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ റേഷ്യോ എന്നേ അർത്ഥമുള്ളൂ, വേറെ മീനിങ് ഒന്നുമില്ല. കോൺസെൻട്രേഷൻ കോഷ്യന്റ് എന്ന് പറയും. അപ്പൊ ഈ കോൺസെൻട്രേഷൻ കോഷ്യന്റ് എന്ന് പറയുന്നത് Kcക്ക് ഈക്വൽ ആണെങ്കിൽ ആ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പൊ കോൺസെൻട്രേഷൻ കോഷ്യന്റ് Kcയുടെ ഈക്വൽ, QCക്ക് പകരം നമ്മൾ Kc എന്ന് പറയുകയാണെങ്കിൽ ആ റിയാക്ഷൻ എന്തിലായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇപ്പൊ QC എന്ന് പറയുന്നത് Kcയെക്കാളും കൂടുതലാണെങ്കിൽ ആ റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും സ്പീഡിൽ നടക്കുന്നത്. QCയുടെ വാല്യൂ, QC എന്ന് വെച്ചാൽ എന്താ? കോൺസെൻട്രേഷൻ കോഷ്യന്റ്. Kc എന്ന് വെച്ചാൽ എന്താ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പൊ കോൺസെൻട്രേഷൻ കോഷ്യന്റിന്റെ വാല്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനേക്കാളും കൂടുതലാണെങ്കിൽ അത് ഏത് ഡയറക്ഷനിലായിരിക്കും നടക്കുന്നത്? ബാക്ക്വേർഡ് റിയാക്ഷനിലായിരിക്കും നടക്കുന്നത്. ഇനി QCയുടെ വാല്യൂ Kcയുടെ വാല്യൂക്കാളും കുറവാണെങ്കിൽ ആ റിയാക്ഷൻ നടക്കുന്നത് ഏതിന്റെ സ്പീഡ് കൂടുതലായിരിക്കും? ഇവിടെ ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡ് ആയിരിക്കും എപ്പോഴും കൂടുതൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു 3 പോയിന്റുകൾ ഓർത്തു വെച്ചിരിക്കണം. അപ്പൊ ഈ Kcയുടെ 2 ആപ്ലിക്കേഷൻസ് ഓർത്തോളുക. ഇറ്റ് വിൽ ഹെൽപ് ടു പ്രഡിക്റ്റ് ദ എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ. 2, ഇറ്റ് വിൽ ഹെൽപ് ടു പ്രഡിക്റ്റ് ദ ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ. ഏത് ഡയറക്ഷനിലാണ്? ഫോർവേഡ് ഡയറക്ഷന്റെ സ്പീഡ് ആണോ കൂടുതൽ, ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡ് ആണോ കൂടുതൽ, അല്ലെ ആ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണോ എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു ടേം ആണ് എന്ന് പറയുന്നത് Kc എന്ന് പറയുന്നത്. മൂന്നാമത്തെ Kcയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഹെൽപ് ടു പ്രഡിക്റ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് അൺനോൺ സബ്സ്റ്റൻസസ്, അൺനോൺ കോൺസെൻട്രേഷൻസ്. അതായത് ഇപ്പൊ നമുക്ക് Kcയുടെ വാല്യൂ അറിയാം, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അറിയാം, എയുടെ കോൺസെൻട്രേഷൻ അറിയാം, ബിയുടെ കോൺസെൻട്രേഷൻ അറിയാം, ഡിയുടെ കോൺസെൻട്രേഷൻ അറിയാമെങ്കിൽ നമുക്ക് സിയുടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ കഴിയും. അതായത് ചില വസ്തുക്കളുടെ കോൺസെൻട്രേഷനും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂവും അറിയാമെങ്കിൽ അറിഞ്ഞുകൂടാത്ത വസ്തുക്കളുടെ കോൺസെൻട്രേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കണ്ടുപിടിക്കാൻ കഴിയും. Kc values very much helpful in predicting the concentration of unknown concentrations of reactants or products in a reaction. റിയാക്ഷനിലുള്ള റിയാക്ടന്റുകളുടെയും പ്രൊഡക്റ്റുകളുടെയും അൺനോൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് ആർക്ക് സാധിക്കും? ഇവിടെ Kcയുടെ വിലയിൽ നിന്ന് നമുക്ക് സാധിക്കും. അപ്പോ Kcയുടെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് 2 ഡെഫിനിഷൻസ്. ഒന്നെന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റി കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ടു വെലോസിറ്റി കോൺസ്റ്റന്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇനി അല്ലെങ്കിൽ പറയാം ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് product of velocity product of concentration of product to the product of concentration of reactant. പ്രോഡക്റ്റുകളുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള വസ്തുക്കളുടെ കോൺസെൻട്രേഷൻ മൾട്ടിപ്ലൈ ചെയ്യുക, റിയാക്ടന്റ് ആയിട്ടുള്ള വസ്തുക്കളുടെ കോൺസെൻട്രേഷൻ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിന്റെ എന്തെടുക്കുക? റേഷ്യോ എടുക്കുക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു Kc. അപ്പൊ 2 ഡെഫിനിഷൻസ് Kcക്ക് പോസിബിൾ ആണ്. ഇനി വെലോസിറ്റി കോൺസ്റ്റന്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റേറ്റ് കോൺസ്റ്റന്റ്. വെലോസിറ്റി കോൺസ്റ്റന്റ് വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയും. റേറ്റ് കോൺസ്റ്റന്റ് K എന്ന് പറയാം. ഇപ്പൊ ഒരു സപ്പോസ് ഒരു റിയാക്ഷൻ ഞാൻ പറയാണ്, A plus B gives products. A plus B gives products. ഇവിടെ
നിങ്ങളോട് പറയാണ് ഇവിടുത്തെ റേറ്റ് ആറാണ് എന്ന് പറയാണ്. അപ്പോൾ ഈ ലോ ഓഫ് മാസ് ആക്ഷൻ വെച്ച് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഇവിടുത്തെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് എയും കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ബി എന്ന് പറയുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് ബിയും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് എ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എ, സ്ക്വയർ ബ്രാക്കറ്റ് ബി എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ഓഫ് ബി ആണെങ്കിൽ ആർ പ്രൊപ്പോർഷണൽ ടു എ ഇൻറ്റു ബി ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ ആർ ഈക്വൽ ടു കെ ഇൻറ്റു എ ഇൻറ്റു ബി ആയിരിക്കില്ലേ? K into A into B ആയിരിക്കില്ലേ? where K is called rate constant, where K is called rate constant or velocity constant. നമ്മൾ നേരത്തെ പഠിച്ചത് വെലോസിറ്റി കോൺസ്റ്റന്റ് എന്നാണ്. വെലോസിറ്റി കോൺസ്റ്റന്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ചോദിക്കുകയാണ് എന്താണ് ഈ റേറ്റ് കോൺസ്റ്റന്റ്? വാട്ട് ഡു യു മീൻ ബൈ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് ചോദിക്കുകയാണ്. ഡിഫൈൻ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനെ കൂടെയുള്ള ഈ രണ്ട് ടേമുകളെ 1 എന്ന് പറഞ്ഞെടുക്കുക. അതായത് കോൺസെൻട്രേഷൻ ഓഫ് എ, കോൺസെൻട്രേഷൻ ഓഫ് ബി, ഇതിനെ രണ്ടിന്റെ വാല്യൂ 1 ആണ് എങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ആർ ഇസ് ഇക്വൽ ടു കെ ഇൻറ്റു 1 ഇൻറ്റു 1 എന്നാവില്ലേ? ദാറ്റ് ഇസ് ആർ ഇസ് ഇക്വൽ ടു കെ എന്നാവില്ലേ? അതായത് റേറ്റ് ഓഫ് ഫോർവേഡ് എന്താണ് റേറ്റ് ഓഫ് എനി റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആണ് എപ്പോഴും റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ യൂണിറ്റി അല്ലെങ്കിൽ 1 ആവുമ്പോൾ. Rate constant is defined as equal to the rate of reaction when concentration of reactants become unity or 1. Rate of reaction, rate constant value rate എന്ന് പറയുന്നത് ഈക്വൽ ആണ് കോൺസെൻട്രേഷൻ റിയാക്ടന്റ് 1 ആകുമ്പോൾ. ഇതാണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും റിയാക്ഷൻസ് തന്നിട്ട് അവിടെ കെ സി എഴുതാൻ ചോദിക്കാം. കെ സിയുടെ വാല്യൂ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കെ സിയുടെ വാല്യൂ എഴുതുന്ന സമയത്ത് സോളിഡിന്റെ കോൺസെൻട്രേഷൻസ് എപ്പോഴും 1 ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. സോളിഡ് വസ്തുക്കളുടെ കോൺസെൻട്രേഷനുകൾ എപ്പോഴും 1 ആയിട്ട് എടുക്കണം. കാരണം സോളിഡ് വസ്തുക്കൾക്ക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പ്രോസസ്സിൽ യാതൊരുവിധ എഫക്റ്റും ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ സോളിഡ് വസ്തുക്കളുടെ കോൺസെൻട്രേഷൻ എപ്പോഴും 1 ആയിട്ട് ഇറ്റ് വിൽ ബി ആൾവേസ് ടേക്കൺ ആസ് യൂണിറ്റി. ദെൻ ഇനി വാട്ടർ എന്ന് പറയുന്ന വസ്തുവിന്റെ കോൺസെൻട്രേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നത്. കാരണം ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ 5 ലിറ്റർ വെള്ളത്തിലാണ് റിയാക്ഷൻ നടക്കുന്നതെന്ന് വെച്ചോളൂ. അതായത് ഇവിടുത്തെ സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. അപ്പോൾ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ 5 ലിറ്റർ ആണ്. തുടങ്ങിയപ്പോൾ 5 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴും റിയാക്ഷൻ തീരുന്ന സമയത്ത് ഏകദേശം 5 ലിറ്ററിന്റെ അടുപ്പിച്ച് തന്നെ അവിടെ വെള്ളം ഉണ്ടാവും. ഇത് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ വെള്ളം ഉള്ളത് കൊണ്ട് ഒരു ലാർജ് എമൗണ്ടിൽ വാട്ടർ റിയാക്ഷനിൽ കാണപ്പെടുന്നത് കൊണ്ട് വാട്ടർ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ റിയാക്ഷനുകളിലും വാട്ടർ കാണപ്പെടുന്നത് ഒരു ബൾക്ക് എമൗണ്ടിലായതുകൊണ്ട് ലാർജ് എമൗണ്ടിലായതുകൊണ്ട് അതിന് വലിയൊരു ചേഞ്ച്, അതിന്റെ അളവിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും നമ്മൾ എന്തായാലും എടുക്കുന്നത്? കോൺസ്റ്റന്റ് എടുക്കുന്നത്. വാട്ടർ ഈസ് പ്രസന്റ് ഇൻ ബൾക്ക് എമൗണ്ട് ഇൻ എ റിയാക്ഷൻ, ഹെൻസ് ദ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഈസ് ആൾവേസ് ടേക്കൺ ആസ് എ കോൺസ്റ്റന്റ്. ഇനി നമുക്ക് എക്സാമ്പിളുകൾ നോക്കാം. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്, N2 പ്ലസ് 3H2 റിവേഴ്സിബിളി ഗീവ്സ് 2NH3. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ പറയാം. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഏതെങ്കിലും ഒരു റിയാക്ഷൻ തന്നിട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ജനറൽ ഇക്വേഷൻ അറിയണം. ഇപ്പോ എ പ്ലസ് ബി റിവേഴ്സിബിളി ഗീവ്സ് CC പ്ലസ് DD, ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ, ഇങ്ങനൊരു എക്സ്പ്രഷൻ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ കെ സി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഏതൊക്കെയെന്ന് നോക്കുക. ഈ എ സ്മാൾ ബി സ്മാൾ സി സ്മാൾ ഡി എന്നൊക്കെ പറയുന്നത് ഈ നമ്പർ ഓഫ് മോൾസ് ആണ്. സൈഡിൽ നമ്പർ എഴുതൂലേ, ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്പർ ഇടത്തില്ല, ആ നമ്പറാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ കെ സിയുടെ ഡെഫിനിഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഏതൊക്കെ നോക്കുക, സിയും ഡിയും ആണ്. അപ്പൊ സിയുടെ കോൺസെൻട്രേഷൻ എടുക്കുക, ഡിയുടെ കോൺസെൻട്രേഷൻ എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ബൈ റിയാക്ടന്റ് എയും ബിയും ആണ്. സോ എയുടെ കോൺസെൻട്രേഷൻ എഴുതുക ഇൻറ്റു ബിയുടെ കോൺസെൻട്രേഷൻ. എന്നിട്ട് സൈഡിൽ എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അത് പവർ ആയിട്ട് കൊടുക്കണം. അപ്പൊ സിയുടെ സൈഡിൽ സി ഇല്ല, സ്മാൾ സി ഇല്ല, അപ്പൊ സിയുടെ പവർ സി ആയിട്ട് കൊടുക്കുക. ദെൻ ഡിയുടെ സൈഡിൽ ഡി ഇല്ല, അപ്പോ ഡിയുടെ പവർ ഡി ആയിട്ട് കൊടുക്കുക. എയുടെ സൈഡിൽ എ ഇല്ല, അപ്പൊ എയുടെ പവർ എ ആയിട്ട് കൊടുക്കുക. ബിയുടെ സൈഡിൽ ബി ഉണ്ട്, അത് ബിയുടെ പവർ ആയിട്ട് കൊടുക്കുക. ഇതാണ് എന്തെന്ന് പറയുന്നത് കെ സി എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് ഇവിടെ എഴുതാം. കെ സി എഴുതാൻ പറഞ്ഞാൽ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ പറഞ്ഞാൽ NH3 സ്ക്വയർ, പ്രോഡക്റ്റ് NH3 മാത്രമേ ഉള്ളൂ, അതിന്റെ സൈഡിൽ നമ്പർ 2 ഉള്ളതുകൊണ്ട് പവർ ആയിട്ട് കൊടുത്തു, ഡിവൈഡ് ബൈ N2 ഇൻറ്റു H2 ന്റെ സൈഡിൽ 3 ഉണ്ട്. N2 ന്റെ സൈഡിൽ ഒന്നുമില്ല, H2 ന്റെ സൈഡിൽ 3 ഉള്ളത് കൊണ്ട് H2 ന്റെ പവർ എത്ര കൊടുക്കും? 3 കൊടുക്കും. സോ ദിസ് ഈസ് കാൾഡ് KC. ഇവിടെ എല്ലാം ഗ്യാസുകൾ ആയതുകൊണ്ടാണ് നമുക്ക് വേറെ സംശയങ്ങൾക്കിടയൊന്നും വരുത്താതെ നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാൻ കഴിയും. പക്ഷെ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് പരിശോധിക്കാം. CaCO3 റിവേഴ്സിബിളി ഗീവ്സ് CaO പ്ലസ് CO2. CO2 ഗ്യാസ് ആണ്, CaO സോളിഡ് ആണ്, CaCO3 സോളിഡ് ആണ്. ഇവിടെ നമ്മൾ KC എഴുതുകയാണെങ്കിൽ KC is equal to
CaO into CO2 divided by CaCO3 അല്ലെ? പ്രൊഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ മുകളിൽ എഴുതി ഡിവൈഡ് ബൈ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ താഴെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു CaO സോളിഡ് ആയിട്ടുള്ള വസ്തു, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, സോളിഡ് ആയിട്ടുള്ള വസ്തുക്കളുടെ എല്ലാം കോൺസെൻട്രേഷൻ എത്രയെന്ന് വന്നിരിക്കണം? 1 എന്ന് വന്നിരിക്കണം. ഇവിടെ സോളിഡ് ആരൊക്കെ ഉണ്ട്? CaOയും ഉണ്ട്, CaCO3 ഉണ്ട്. CaOയുടെയും CaCO3യുടെയും വാല്യൂ 1 എന്ന് എടുക്കും. സോ 1 into CO2 divided by 1 എന്നെടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് CO2. അപ്പൊ സോളിഡ് വസ്തുക്കൾ വരുന്ന കേസിൽ മാത്രം നിങ്ങൾ ആലോചിക്കുക, സോളിഡ് വസ്തുക്കൾ വരുന്ന കേസിൽ മാത്രം നിങ്ങൾ എഴുതേണ്ടത് എത്ര മാത്രം? സോളിഡ് വസ്തുക്കളുടെ കോൺസെൻട്രേഷൻ ഇറ്റ് ഈസ് ആൾവേസ് ടേക്കൺ ആസ് എ കോൺസ്റ്റന്റ്. ഇനി Kc എന്നത് ഞാൻ പറഞ്ഞു, Kc ഈസ് കാൾഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. In terms of concentration, equilibrium terms in the equilibrium constant in terms of concentration. Concentration ബേസ് ചെയ്താണ് equilibrium constant എഴുതുന്നത്. ഞാൻ നേരത്തെ എഴുതിയ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതുന്നു. AA plus BB reversibly gives CC plus DD എന്ന് പറയുന്ന റിയാക്ഷൻ. ഇവിടെ നമ്മൾ Kc പറയുകയാണെങ്കിൽ Kc എങ്ങനെ പറയണേ? C raised to C into D raised to D by A raised to A into B raised to B. ഇതാണ് നമ്മുടെ Kcയുടെ ഇക്വേഷൻ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇതാണ്. Kcയുടെ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതില് സ്ക്വയർ ബ്രാക്കറ്റ് എന്നതിന് പകരം നമുക്ക് കോൺസെൻട്രേഷൻ ആണല്ലോ, അത് നമ്മൾ ക്യാപിറ്റൽ C കൊണ്ടും കാണിക്കാറുണ്ട് കേട്ടോ. അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റ് A എന്ന് പറയുന്നതിന് പകരം കോൺസെൻട്രേഷൻ ഓഫ് A എന്ന് പറയുന്നതിന് പകരം CA എന്ന് പറയാം. നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് B എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എന്താണെന്ന് എഴുതാം? CB എന്ന് എഴുതാം. കോൺസെൻട്രേഷൻ ഓഫ് C എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എന്താണെന്ന് എഴുതാം? CC എന്ന് എഴുതാം. കോൺസെൻട്രേഷൻ ഓഫ് D എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എന്താ എഴുതാം? CD എന്ന് എഴുതാം. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാം. Kc is equal to C raised to C into CC raised to C into CD. ബ്രാക്കറ്റിൽ ഡിക്ക് പകരം CD കൊടുത്തു. CD raised to D, raised to അതേപോലെ കൊടുക്കണം. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ എഴുതുമ്പോൾ മാത്രം സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചാൽ. ഇപ്പൊ സ്ക്വയർ ബ്രാക്കറ്റ് എക്ക് വരെ എന്ത് കൊടുക്കും? CA raised to A into സ്ക്വയർ ബ്രാക്കറ്റ് ബിക്ക് വരെ CB raised to B എന്ന് പറഞ്ഞ് എഴുതാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു Kc. അതിനാണ് നമ്മൾ ഇതെന്ന് വിളിക്കുന്നത് Kc. Kc is called equilibrium constant in terms of concentration. ഇനിയുണ്ട് ചില ടേമുകൾ Kx എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. Kx എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ equilibrium constant in terms of mole fraction. X എന്ന് ഉദ്ദേശിക്കുന്നത് മോൾ ഫ്രാക്ഷനെയാണ്. മോൾ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഒരു വസ്തുവിന്റെ നമ്പർ ഓഫ് മോളിനെ ആകെ നമ്പർ ഓഫ് മോൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ടേം ആണ് എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് പഴയ ഇക്വേഷൻ തന്നെ എടുക്കാം. AA plus BB reversibly gives CC plus DD. ഈ ഒരു റിയാക്ഷനിൽ Kx എഴുതാൻ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കോൺസെൻട്രേഷനുകൾ എഴുതിയില്ല, അതിന് പകരം മോൾ ഫ്രാക്ഷനുകൾ കൊടുത്താൽ മതിയാവും. അതായത് കോൺസെൻട്രേഷൻ ഓഫ് A എന്ന് പറയുന്നതിന് പകരം XA എന്ന് പറയും. XA എന്ന് വെച്ചാൽ എന്തായിരിക്കും? മോൾ ഫ്രാക്ഷൻ ഓഫ് A എന്നായിരിക്കും. XB എന്തായിരിക്കും? മോൾ ഫ്രാക്ഷൻ ഓഫ് B ആയിരിക്കും. XC എന്തായിരിക്കും? മോൾ ഫ്രാക്ഷൻ ഓഫ് C ആയിരിക്കും. XD എന്തായിരിക്കും? മോൾ ഫ്രാക്ഷൻ ഓഫ് D ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം സിക്ക് പകരം XC എന്ന് എഴുതാം. ഡിയുടെ കോൺസെൻട്രേഷൻ എന്നതിന് പകരം മോൾ ഫ്രാക്ഷൻ ഓഫ് D XD എന്ന് പറയാം. ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എക്ക് പകരം നമുക്ക് എങ്ങനെ പറയാം? XA എന്ന് പറയാം. കോൺസെൻട്രേഷൻ ഓഫ് ബിക്ക് പകരം നമുക്ക് എങ്ങനെ പറയാം? മോൾ ഫ്രാക്ഷന്റെ ടേമിൽ പറയാം. അതാണ് Kx. Kcക്ക് പകരം Kc എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ബേസ് ചെയ്ത് പറയുന്നതാണ്. കോൺസെൻട്രേഷന് പകരം നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്താണ് മോൾ ഫ്രാക്ഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി കാൾഡ് Kx. XA XB. അപ്പോ പവർ സൈഡിൽ നമ്പർ ഉണ്ടെങ്കിൽ അത് പവർ ആയിട്ട് എഴുതാൻ മറക്കരുത്. അപ്പോ സിയുടെ സൈഡിൽ പവർ C ഉണ്ട്. സോ XC raised to C into XD raised to D by XA raised to A small a into XB raised to B. സൈഡിലത്തെ നമ്പർ എപ്പോഴും നമ്മൾ എന്തായിട്ട് എഴുതിയിരിക്കണം? പവർ ആയിട്ട് എഴുതിയിരിക്കണം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് വേറൊരു ടേം പഠിക്കാനുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. മറ്റൊരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. Equilibrium constant in terms of partial pressures. Equilibrium constant in terms of partial pressures. അതിനെ നമ്മൾ Kp എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. എന്താണ് ഈ പാർഷ്യൽ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നർ ഉണ്ടെന്ന് വെച്ചോളൂ.
ഒരു കണ്ടെയ്നറിനകത്ത് 2 ഗ്യാസ് ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പൊ ഗ്യാസ് ആവുമ്പോൾ അതിന് പ്രഷർ കാണുമല്ലോ. എയുടെ പ്രഷറിനെ പി എ എന്നും ബിയുടെ പ്രഷറിനെ പി ബി എന്നും കാണിക്കുന്നു. ഓരോ വസ്തുവിന്റെയും പ്രഷറിനെയാണ് അതിന്റെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പാർഷ്യൽ പ്രഷർ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് പാർഷ്യൽ പ്രഷർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ പ്രഷർ പൊസസ്ഡ് ബൈ ഈച്ച് സബ്സ്റ്റൻസസ് ഇൻ എ മിക്സ്ചർ. ഒരു മിക്സ്ചറിലുള്ള ഓരോ വസ്തുവിന്റെയും പ്രഷറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പാർഷ്യൽ പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പൊ എല്ലാം ഗ്യാസുകളാണെങ്കിൽ ഒരു ഗ്യാസ് മിക്സ്ചറിൽ ഒരുപാട് ഗ്യാസുകൾ ഉണ്ടെങ്കിൽ ആ ഓരോ ഗ്യാസിന്റെയും പ്രഷറിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പാർഷ്യൽ പ്രഷർ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, നേരത്തെ എഴുതിയ റിയാക്ഷൻ തന്നെ എടുക്കുന്നു. എ പ്ലസ് ബി ബി റിവേഴ്സിബിൾ ഗീവ്സ് സി സി പ്ലസ് ഡി ഡി എന്ന് പറയുന്ന റിയാക്ഷൻ എടുക്കുന്നു. ഇവിടെ നമ്മൾ കെ പി പറയുകയാണെങ്കിൽ കെ പി ഇസ് ഈക്വൽ ടു ഇപ്പൊ നമ്മൾ കോൺസെൻട്രേഷന് പകരം പ്രഷറുകൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ എയുടെ പാർഷ്യൽ പ്രഷറിനെ പി എന്ന് കാണിക്കുന്നു, എയുടെ പ്രഷറിനെ പി എന്ന് കാണിക്കുന്നു, ബിയുടെ പ്രഷറിനെ പി ബി എന്നും സിയുടെ പാർഷ്യൽ പ്രഷറിനെ പി സി എന്നും. പ്രഷർ എന്ന് വാക്ക് പറയരുത്. ഒരു കൂട്ടം ഗ്യാസുകൾ ഉള്ളപ്പോൾ പ്രഷർ എന്ന് പറയുന്ന വാക്കിന് പകരം നമ്മൾ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കണം. ഡിയുടെ പ്രഷറിനെ പി ഡി എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ കെ പി ഇസ് ഈക്വൽ ടു പി സി റൈസ് ടു സി ഇൻറ്റു പി ഡി റൈസ് ടു ഡി ബൈ പി എ റൈസ് ടു എ ഇൻറ്റു പി ബി റൈസ് ടു ബി ആയിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്? കെ പി എന്ന് പറയുന്നത്. കെ പി മനസ്സിലായല്ലോ. കെ പി ഇസ് കാൾഡ് equilibrium constant in terms of partial pressures. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ടേം, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.